ഷിലൂരിൽ നിന്ന് ശ്രീജിത്ത് കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഒരെത്തും പിടിയും കിട്ടാത്ത 6-ാം ദിവസമോ? ശ്രീജിത്ത്, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. 6-ാം ദിവസം എല്ലാം അൺമ്യൂട്ട് ആയിരിക്കുന്നു. ശരി സാർ, ഞാൻ ശ്രീ മേജർ വിയിലേക്ക് പോകാം. ശ്രീ മേജർ വിയിലേക്ക് പോകുന്നു. ശ്രീ മേജർ വി, ഈ ഷിലൂരിൽ സംഭവിക്കുന്നത് എന്താണെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ശ്രീജിത്തിലേക്ക് വരാം, ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ശ്രീജിത്ത്, കഴിഞ്ഞ 4 ദിവസമായി ഷിലൂരിലെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുന്ന ആളാണ് ശ്രീജിത്ത്. അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും എന്തൊക്കെ മറയ്ക്കുന്നുവെന്നും എങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗതയെന്നുമൊക്കെ നേരിട്ട് കണ്ട ആളാണ്. 6-ാം ദിവസം എങ്ങനെയായിരുന്നു? കൃഷ്ണരാജ്, ഇന്നായിരുന്നു ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനം കണ്ടത്. അത് ഇന്ന് കർണാടകയിൽ നിന്നുള്ള രക്ഷാ ദൗത്യ സംഘം എത്തും മുൻപ് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ഒരു മലയാളി സംഘം ഈ പ്രദേശത്തേക്ക് എത്തുകയാണ്. അവർ രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. വളരെ വലിയ രീതിയിൽ തന്നെ അവർ വേഗത്തിലായിരുന്നു. മലയാളികളുടെ ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി ഉൾക്കൊള്ളുന്ന തരത്തിൽ വളരെ വേഗത്തിൽ ആ മണ്ണ് മാറ്റുന്ന രീതിയാണ്. അവരുടെ അടുത്ത് ആരും നിർദ്ദേശമൊന്നും നൽകുന്നില്ല, പക്ഷെ അവർ ആ മുന്നോട്ട് ഇറങ്ങുകയാണ്, മണ്ണ് വളരെ വേഗത്തിൽ മാറ്റുന്നു. അത്തരത്തിൽ രാവിലെ 7 മണിയോട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനുശേഷമായിരുന്നു ഈ ദൗത്യ സംഘം എത്തുന്നത്. കർണാടകയിലെ NDRF-ഉം അതോടൊപ്പം തന്നെയുള്ള മറ്റു ദൗത്യ സംഘവും പിന്നീട് എത്തി പരിശോധന നടത്തുകയായിരുന്നു. പക്ഷേ അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, നിലവിൽ 4 ദിവസമായി ഇവിടെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മഴ ശക്തമായി ഇന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് 3 മണിയോടെ ഈ പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. അതായത് ഏറ്റവും പ്രതികൂല കാലാവസ്ഥ ആയിരുന്നിട്ട് പോലും ഇന്നാണ് രക്ഷാപ്രവർത്തനം കാര്യമായി നടന്നത്. തീർച്ചയായും അത്തരത്തിലാണ്. കാരണം ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞാലും ഞങ്ങൾ പരമാവധി അവിടുത്തെ ദൃശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു പതിവ്. പക്ഷെ ഇന്നാണ് ആദ്യമായി നമ്മൾ തന്നെ അവിടെ നിന്നും ഈ നിർദ്ദേശം ഇവർ തന്നിട്ടും തരാതെ തന്നെ നമ്മൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അത്തരത്തിലായിരുന്നു അവിടുത്തെ കാറ്റും അതോടൊപ്പം തന്നെ മഴയും. അവിടെ നിന്നവരെല്ലാവരും ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ മഴയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ കാറ്റ് ഉൾപ്പെടെ ഉള്ള ഒരു വലിയ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ മുൻപ് ഇത്തരത്തിൽ ഈ മഴ, ചെറിയൊരു ചാറ്റൽ മഴ വന്നാൽ തന്നെ ഈ ദൗത്യ സംഘം ഈ പ്രവർത്തനം നിർത്തി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവിടെ സൈനികർ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ മലയാളികളുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. അവരായിരുന്നു ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ ഈ സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്നത്. പക്ഷെ ആ സമയങ്ങളിൽ ഈ കുടുംബം ആരോപിക്കുന്ന പ്രശ്നമുണ്ട്. കാരണം ഈ മുഖ്യമന്ത്രി വരുന്ന പ്രമാണിച്ച് ഈ 11 മണിയോടെ തന്നെ ഇത്തരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ വേഗത്തിൽ മണ്ണ് ഈ ലോറിയിലേക്ക് കയറ്റുകയാണ്. പക്ഷെ ഈ ലോറി കടത്തിവിടാനുള്ള സാഹചര്യം പല സമയങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നാം കണ്ടിരുന്നു. അത് കുടുംബവും ഇടയ്ക്കിടെ പരാതിയായി ഉന്നയിച്ചിരുന്നു. പിന്നീടായിരുന്നു ഈ 3 മണിയോടെ തന്നെ സിദ്ധരാമയ്യ ആ പ്രദേശത്തെത്തുകയും സൈനികരുമായി സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇന്ന് രാവിലെ ആയിരുന്നു MLA തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട് തങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്താണ് ആ വീഴ്ച ഇവർ പഴിച്ചായിരുന്നത്. ആ പുതിയൊരു കളക്ടറാണ് ഈ ഉത്തര കർണാടകയിലുള്ളത്. അവർക്ക് പറ്റിയ വീഴ്ചയാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തനത്തിൽ ഏകോപനം ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയതെന്നാണ് നിലവിൽ MLA പറയുന്നത്. കാരണം അങ്ങനെ അവർക്ക് ആരോപിക്കാൻ പറ്റൂ. കാരണം ഉദ്യോഗസ്ഥ തലത്തിലേക്ക് അവരുടെ പരാജയമായാണ് നിലവിൽ ഈ MLA ഉൾപ്പെടെയുള്ളവർ പഴിചാരുന്നത്. പക്ഷെ ആരെല്ലാം പഴിചാരിയാലും നിലവിൽ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഈ അർജുന്റെ കുടുംബമാണ്. അർജുന്റെ ബന്ധു ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ ഈ ലോറിയുടെ ഉടമ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് നിലവിൽ ഈ തുടക്കം മുതൽ എല്ലാവരും കേട്ടിരുന്ന ഒരു ഉത്തരം, പക്ഷേ അത് ഇപ്പോൾ വീണ്ടും ഒരു ചോദ്യമായി മാറുകയാണ്. ഞാൻ നേരത്തെ അത് ശ്രീ ഷിജു മാനത്താനത്തിനോട് ചോദിച്ചതാണ്. ഈ അർജുൻ വാഹനം അവിടെ പാർക്ക് ചെയ്ത്
ചായ കുടിച്ച ശേഷം ആ വാഹനത്തിലിരുന്ന് ഉറങ്ങി എന്നൊക്കെ ഈ ബന്ധുക്കളെ, അധികൃതരെ അറിയിച്ചത് ആരാണ്? അത് ആ സ്ഥലത്ത് നിരന്തരം യാത്ര ചെയ്യുന്ന ലോറി ഡ്രൈവർമാരുണ്ട്. ആ സ്ഥലം ഈ റോഡിന് സമീപത്തായിരുന്നു. ഇത്തരം ഒരു പാർക്കിംഗ് ഏരിയ പോലൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിരന്തരം ആ ഏരിയയിലൂടെ യാത്ര ചെയ്യുന്ന ഇത്തരത്തിലുള്ള ലോറി ഡ്രൈവർമാർ അവിടെ നിർത്തി ഈ നല്ല ദോശയും നല്ല ചൂട് ചായയും കിട്ടുന്ന കടയെന്നാണ് ഈ ലോറി ഡ്രൈവർമാർ പറയുന്നത്. അതിനാൽ തന്നെയാണ് അവർ ആ സ്ഥലം കേന്ദ്രീകരിച്ചു വരുന്നത്. അത്തരത്തിലാണ് ഈ അർജുനും അവിടെ എത്തിപ്പെട്ടത്. ആ രീതിയിലാണ്, അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലാണ് ഈ ലോറി ഡ്രൈവർമാരാണ് ഇത്തരത്തിലൊരു നിഗമനം അവരോട് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ സ്പോട്ട് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് GPRSന്റെ സിഗ്നൽ ലഭിച്ചത് മുഖേനയാണ്. ഇത്തരത്തിൽ നിതിൻ, അർജുന്റെ ബന്ധുവായ നിതിൻ, അതോടൊപ്പം തന്നെ ലോറി ഉടമ ലത്തീഫ്, മനാഫ് ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശത്ത് തുടക്കം 17-ാം തീയതി ആ പ്രദേശത്ത് എത്തുന്നത്. ഈ സംഭവം നടന്നത് 16-ാം തീയതിയായിരുന്നു. അതിനുശേഷമായിരുന്നു ഈ മിസ്സിംഗ് കേസായി ഈ സഹോദരി ഈ യൂട്യൂബിലൂടെ ഈ വാർത്ത അറിയുന്നത്. ആ പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു അപകടം നടന്നതായി വാർത്ത അറിയുന്നു. അതോടൊപ്പം തന്നെ ഈ മനാഫും ഇത്തരത്തിലുള്ള വിവരം അറിയുന്നു. പിന്നീടാണ് അവർ ഈ GPS പരിശോധിക്കുന്നത്. GPS പരിശോധിക്കുമ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്താണ് ഇത്തരത്തിൽ അർജുന്റെ ലോറിയുടെ സിഗ്നൽ അവസാനമായി ലഭിച്ചത്. അങ്ങനെയാണ് അവർ ഈ 17-ാം തീയതി രാവിലെയോടെ ഈ സ്ഥലത്തെത്തുകയും ഈ പോലീസ് സേനയും ഈ പോലീസ് സ്റ്റേഷനിൽ പോയി ഇത്തരത്തിൽ വിവരം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ മനാഫ് ഇന്നലെ ഒരു കാര്യം നമ്മോട് ചൂണ്ടിക്കാട്ടിയിരുന്നു. മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത്രയും ചർച്ചയാകുകയും ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, മന്ത്രിമാർ, MLA മാർ എല്ലാവരും ഈ അവിടത്തേക്ക് ഓടിയെത്തുന്നത്. പക്ഷെ ആദ്യത്തെ 2 ദിവസം സ്റ്റേഷനിൽ പോകും. അങ്കോള സ്റ്റേഷനിൽ പോകുമ്പോൾ ഇവർ പറയും സമീപത്തെ സ്റ്റേഷനിൽ പോകും, അവിടെ പോയി നിങ്ങൾ പരാതി കൊടുക്കൂ. ആ സ്റ്റേഷനിൽ പോകുമ്പോൾ അവർ പറയും ഇതല്ല ഞങ്ങളുടെ പരിധി, നിങ്ങൾ അങ്കോള സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കൂ. അങ്ങനെ രീതിയിൽ അവരോട് തുടക്കം മുതൽ തന്നെ ഈ പോലീസും അതോടൊപ്പം തന്നെ ഈ ജില്ലാ ഭരണകൂടവും പെരുമാറിയതായും ലത്തീഫ് പറയുന്നു. ഈ അർജുന്റെ ബന്ധുവായ ജിതിനും ഇത്തരത്തിലൊരു അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത്. തുടക്കത്തിൽ വലിയ വീഴ്ചയായിരുന്നു. വീഴ്ച എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവനല്ല, നിലവിൽ 3 പേർ ആ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതായാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക്. പക്ഷെ അത് കൃത്യമാണോ എന്ന് പോലും വ്യക്തമല്ല. അല്പസമയം മുമ്പ് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ കളക്ടർ പറയുന്നു, ആ സ്ഥലത്ത് നാം ചോദിക്കുകയാണ് എത്ര പേരാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്ന്. അപ്പൊ കളക്ടർ പറയുകയാണ് 60-ഓ 70-ഓ. അത് നാം MLA-യോട് ചോദിക്കുമ്പോൾ MLA പറയുന്നു അത് 100-ലധികം പേർ അവിടെ പരിശോധന നടത്തുന്നു എന്നാണ്. പക്ഷെ അതൊന്നും നാം ആദ്യത്തെ 2 ദിവസം എന്തായാലും അത്രയും ഒരു എണ്ണസംഖ്യ അവിടെ കണ്ടിട്ടില്ല. അതായിരുന്നു അവിടുത്തെ ആദ്യത്തെ അനുഭവം. പക്ഷേ ശ്രീത്ത് 4-ാം ദിവസവും ഫോൺ ബെല്ലടിക്കുന്നു, ഇടയ്ക്ക് ഓഫാകുന്നു, പിന്നെ ഓണാകുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വാഹനം പുഴയിലേക്ക് പോയിട്ടില്ല എന്നല്ലേ? തീർച്ചയായും. അത് അല്പസമയം മുൻപ് റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു, ഈ വാഹനം ഈ മണ്ണ് പരിശോധന നടത്തുന്ന സ്ഥലത്ത് കണ്ടെത്തിയിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അല്പസമയം മുൻപ് അതിനെ തള്ളിക്കൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന രഞ്ജിത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. രഞ്ജിത്തിന്റെ പ്രധാന ചോദ്യം ഇതാണ്, ആ വാഹനത്തിൽ ഈ ഫോൺ ഉണ്ടായിരുന്നു, അർജുന്റെ ഫോൺ ഉണ്ടായിരുന്നു. ഇത്തരത്തിലേക്ക് ഈ വാഹനം ഈ പുഴയിലേക്ക് പോകുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഫോൺ റിങ് ചെയ്യുക എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ ഒന്ന് വിളിച്ച് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അദ്ദേഹം ഇപ്പോഴും രക്ഷാപ്രവർത്തന മുഖത്തുണ്ട്. ഒന്ന് വിളിച്ച് അന്വേഷിക്കുക, കഴിയുമെങ്കിൽ പ്രതികരിക്കാൻ പറയുക. അതുപോലെ തന്നെ ലോറി ഉടമ മനാഫിനെയും ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ശ്രീത്ത് തുടർന്നോളൂ. തീർച്ചയായും ആ മേഖലയിൽ നിലവിലും പരിശോധന തുടരുകയാണ്. മന്ത്രി പറഞ്ഞിട്ട് ഉള്ളത് ആ മേഖലയിൽ ഈ വാഹനം കണ്ടിട്ടില്ല എന്നാണ്. പക്ഷെ ഈ പ്രവർത്തനത്തിനിടയിലാണ് മനാഫ് പുറത്തു വന്ന് ഇത്തരത്തിലൊരു വിവരം കൈമാറിയിരിക്കുന്നത്. രഞ്ജിത്ത് പറയുന്നത് ആ സ്ഥലത്ത് വലിയ പാറക്കല്ലുകളുണ്ട്, ചിലപ്പോൾ ആ പാറക്കല്ലുകൾ പോലും ഈ വാഹനത്തിന്റെ മുകളിൽ വീണിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ആ പാറക്കല്ലുകൾ മാറ്റിയാലേ അടിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. ആ പാറക്കല്ലുകൾ നിലവിൽ മാറ്റാൻ കഴിയില്ല. കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞതൊന്നും ശരിവെക്കേണ്ടതില്ല എന്ന സംശയമാണ് ഇപ്പോഴും അവിടെ ബാക്കിയുള്ളത്. തീർച്ചയായും അത് പ്രധാനമായി തള്ളുന്നത് രഞ്ജിത്താണ്.
രഞ്ജിത്താണ് ആ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 3:30 മുതൽ തന്നെ അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കർണാടകയിൽ നിന്നുള്ള ദൗത്യ സംഘം പോലും ഈ രഞ്ജിത്തിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം നാം പലതവണ കണ്ടിട്ടുണ്ട്. കാരണം ഈ പ്രദേശത്തിൽ തുടക്കത്തിൽ നമുക്കറിയാം ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. പക്ഷെ ആ പ്രദേശത്തിന്റെ ആ റോഡിന്റെ സമീപത്ത് മാത്രമായിരുന്നു, ആ സമീപത്ത് നിന്നും മണ്ണ് തുടക്കത്തിൽ മാറ്റുന്ന പ്രവൃത്തി മാത്രമായിരുന്നു ഈ ദൗത്യസംഘം, കർണാടകയിൽ നിന്നുള്ള ദൗത്യസംഘം ചെയ്തത്. മറിച്ച് റഡാർ അവിടെ കൊണ്ടുവന്നപ്പോഴും ഈ റോഡിന് സമീപത്ത് നിന്നാണ് ഈ റഡാറും അവർ റഡാറിലൂടെയും പരിശോധിക്കുന്നത്. മറിച്ച് 3:30 രഞ്ജിത്ത് ആ സ്ഥലത്ത് വരികയാണ്. അതിനുശേഷം അവിടെ ക്രെയിൻ ഉപയോഗിച്ച് അദ്ദേഹം അതിൽ വടമിട്ടിട്ട് ഈ റോഡിന്റെ മധ്യഭാഗത്താണ് ഈ കൂമ്പാരം, ഏറ്റവും കൂടുതൽ മണ്ണുള്ള പ്രദേശം. അവിടെയാണ് ഇത്തരത്തിൽ ഈ ലോറി കിടക്കുന്നതായി ആദ്യം മുതൽ തന്നെ സംശയം. പക്ഷെ അവിടത്തേക്ക് പോകുവാൻ ഇവർക്ക് ഭയമാണ്. കാരണം അല്ല, ശ്രീത്ത് ആ സ്ഥലത്തുണ്ടായിരുന്നതാണല്ലോ. ഇപ്പോൾ മന്ത്രി പറയുന്നു 98% മണ്ണും മാറ്റി എന്ന്. അങ്ങനെ ഒരു കാഴ്ചയാണോ ഉള്ളത്, അതോ ഇനിയും താഴേക്ക് പോകാനുണ്ടോ? തീർച്ചയായും ഇനിയും താഴേക്ക് പോകാനുണ്ട്. കാരണം എന്ന് പറയുന്ന അത്രത്തോളം ഭയാനകമാണ് അവിടെ ഉണ്ടായ മണ്ണിടിച്ചിൽ. കാരണം ഈ ശ്രീത്തിലേക്ക് വരാം